രണ്ട് കാലുമ്പോഴും ആവശ്യം പോലെ മീൻ കൊത്തുണ്ട്. വേദനയൊന്നുമില്ല. കാലുമത്തെ ചെളി വൃത്തിയാക്കി തരും. പിന്നെ നരമ്പ് സംബന്ധമായ വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ അതും മാറ്റി തരും. കൊത്തണത് നല്ലതാ ജോബിത, വെറുതെ പറയുന്നതല്ലത്. കൊത്തും വൃത്തിയാവുന്നതല്ല. മീനല്ലത്, പോക്കാച്ചൊന്നല്ലല്ലോ കുത്തണത്. നമ്മൾ വലിയ വലിയ സ്വിമ്മിംഗ് പൂളിലേക്കും പോയി കഴിഞ്ഞാലേ കാലുമ്മ മീൻ കൊത്താനായിട്ട് നമ്മൾ കാശ് കൊടുക്കണം. ഇത് ഫ്രീ സേവനാണ്. കാല് വെച്ച് കൊടുത്താൽ മതി, അവർ സെറ്റ് ചെയ്ത് തരും. ഇല്ല പറ്റി പിടിച്ചില്ല. എൻ്റെ അടുത്ത കാലം നല്ല കടി കടിക്കണ്ടേ. കടി എന്ന് പറയുമ്പോഴേ വേദനയൊന്നുമില്ല, ഒരു തര ഇക്കിളിയാവൂലേ. അതന്നെ പുള്ളിക്കാരത്തി അപ്പുറത്തിരിക്കുന്നുണ്ട്. കാലുമ്പോൾ കടിക്കുമ്പോൾ അല്ലെങ്കിൽ കാല് വലിച്ചോണ്ട് പോകും മേടിച്ചിട്ട്. പോക്കാച്ചേ വന്ന് കടിക്കണെന്ന് വിചാരം. മീനാണ് വന്ന് കടിക്കുന്നത് പറഞ്ഞാലൊന്നും മനസ്സിലാവും. കുഞ്ഞു മീൻ വന്ന് കടിക്കണോക്ക് കാലനക്കാണ്ട് അവിടെ വെക്കേ. ധൈര്യം വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ രണ്ട് കാലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കുന്നത്. ആണ്ട് ഇറക്കി വെച്ചേ, ആണ്ട് ഇറക്കി വെക്കേ. ഇറക്കി വെക്കാൻ തന്നെയല്ലേ പറയണത്, വെക്കാണ്ട്. മീനല്ലേ ദൈവത്തെ സാധനം. ഓരോ പിച്ച് പിച്ചിട്ട് വേണം കാല് വെക്കണമെങ്കിൽ. വീഡിയോ പിടിക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് വേണമെങ്കിൽ കാല് വെള്ളത്തിൽ വെക്കാം. ഒരു കാലിൻ്റെ ഇടയിലത്തെ വേദന മാറൂടി. വെക്കേ ഇക്കളയാണല്ലേ. കാലിന് മീൻ വന്ന് കൊത്തു. നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ കാലിൻ്റെ
നേരത്തെ കാലുമ്പോൾ നല്ലോണം വന്ന് കൊത്തണ്ട് ഞാറുമ്പോൾ ഇങ്ങനെ കൊത്തി ഇക്കടെയാവണത് രക്തോട്ടം കറക്റ്റാവും. നീ അത് വെക്കുക, കാല് നിലത്ത് വെക്കുക, മെല്ലെ വയ്ക്കും. ഇവിടുന്ന് പണമൊന്നും പെട്ടെന്നൊന്നും പോവില്ല, ആയം പോലെ പോകും. ഇത് കണ്ടിട്ടേ ഉള്ളൂ പോക്ക്. ഐ ഇത് വലിച്ചുകൊണ്ട് പോകല്ലേ. ആ നല്ല കാര്യമല്ലേ. ചേട്ടാ ഹലോ, അത് എങ്ങനെ ഇറങ്ങി നിന്നാന്ന് കാൽമ മീൻ കൊത്തും. അല്ല ചെറിയ മീനുകൾ കാല് വെള്ളത്തിൽ വെച്ചിട്ടാണ് കണ്ട് നിന്നാൽ മതി. ആ അവിടെ നിന്നാനും കണ്ട് അവിടെ നിന്നാ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ രസമാണ്. അതല്ലേ ശരിയില്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. ഒരാശ്വാസം സമാധാനം കിട്ടി. വല്ലവരും മുള്ളി ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും.